ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് പൗഡർ ഒരു ബൗളിനകത്തോട്ട് ഇടുക. അതിനുശേഷം അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തുണിയെല്ലാം അയൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മണമായിരിക്കും. തുണിക്കകത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് ഷർട്ടാണേലും ഏതാണേലും നമുക്ക് അയൺ ചെയ്യുമ്പോഴത്തേനും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ലൊരു മണമായിരിക്കും ഡ്രസ്സിനകത്തൊക്കെ. അപ്പോൾ നമുക്ക് തേച്ചെടുക്കാനൊക്കെ അയൺ ചെയ്തെടുക്കാനൊക്കെ നല്ല ഇതായിരിക്കും. നല്ലൊരു ഡ്രസ്സൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എത്ര ചുളിവുള്ള ഡ്രസ്സാണേലും നമ്മളിങ്ങനെ പൗഡറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം, പൗഡർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ അയൺ ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സിന് നല്ല നീറ്റായിട്ട് നമുക്ക് മടക്കി വയ്ക്കാനാണേലും അതേപോലെ നല്ലൊരു മണം കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് ഇപ്പം ഞാൻ നല്ലോണം അത് മൂടാത്തതുകൊണ്ട് അതിനകത്തുനിന്ന് തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീണിട്ടുണ്ടേ, നല്ലോണം മൂർക്കാത്തതുകൊണ്ടാണ്. അപ്പം ചെറിയ രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ശേഷം നമുക്ക് ഇതേപോലെ അയൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പം എന്താ ഞാൻ ഇതേപോലെ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേപോലെ തന്നെ തേപ്പൂട്ടി നമ്മൾ തേച്ചതിന് ശേഷം ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് തേപ്പൂട്ടി ചുറ്റിയെടുക്കാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഈ രീതിയിൽ ചുറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തേപ്പൂട്ടി ഒട്ടും കുരുങ്ങാതെ ആ വയറൊന്നും ഉടയാതെ തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് തേപ്പൂട്ടി തേച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇരുന്നോളൂ. എന്നിട്ട് നമുക്ക് ചൂട് അഥവാ ചെറിയ ചൂടുണ്ടെങ്കിൽ തന്നെയും കുത്തിച്ചാരി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തേപ്പൂട്ടിയുടെ വയറൊന്നും കംപ്ലൈൻ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ.